ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് ഓവർ ജോബ്. അതായത് ഒരു ബിസിനസ്സിന് ജോലിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ മെച്ചം എന്തൊക്കെയാണെന്നുള്ളത്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ യുവർ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഈസ് എൻഡ്ലെസ്. നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് നിങ്ങളുടെ ഇൻകം സ്വാഭാവികമായിട്ടും കൂടിക്കൂടി വരും. നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ്, നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആൾക്കാരെ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയുള്ളൊരു ഘടകം ജോലിയിൽ കിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും കോൺസ്റ്റൻറ്റ് സാലറി ആയിരിക്കും. ഇയർലി ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഇൻസെൻറ്റീവ് ഒരു പെർസെൻറ്റേജ് എത്ര വെച്ചാൽ അതാണ് കിട്ടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഒരു മെയിൻ പോയിൻ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ കൺട്രോളുണ്ട്, നിങ്ങൾക്ക് ഓട്ടോണമി ഉണ്ട്. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സ്ട്രാറ്റജി വേണം, ഏത് പ്രോഡക്റ്റ് വേണം, ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അതിലുള്ള റിസ്ക് എന്താണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ തെറ്റായി പോയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സെറ്റ് ബാക്ക്സ് നേരിടേണ്ടി വന്നേക്കാം. അതേ സമയത്ത് ജോലിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ട്രാറ്റജീനെ കുറിച്ചോ പ്ലാനിങ്ങിനെ കുറിച്ചോ ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പോവുക, നിങ്ങളുടെ ജോലി ചെയ്യുക, അത്രയേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ബിസിനസ്സിൻ്റെ. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഈസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്ക് ലൈഫ് ബാലൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള വർക്ക് ടൈം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് കൂടുതൽ സമയം ഉണ്ടാവും. അല്ലാണ്ട് 9 to 5 അല്ലെങ്കിൽ 10 to 6 അങ്ങനെയുള്ള ഒരു ഫിക്സഡ് വർക്കിംഗ് ടൈം അല്ല. നിങ്ങൾക്ക് ഒരു ദിവസം കുറച്ച് വൈകിട്ട് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഒരു ദിവസം വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരാം. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയകൾ ആലോചിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം, പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി മാറ്റാം. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കോർപ്പറേറ്റ് ഓഫീസ് കൾച്ചർ വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ വലിയ വലിയ ബിസിനസ്സുകാരൊന്നും ഇപ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ സ്വർണ്ണക്കടയാണെന്നുണ്ടെങ്കിൽ മുതലാളിയായിരിക്കും ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുക. അതൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് പൈസ എണ്ണൽ മാത്രമാണ് പണി, വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഹോട്ടലാണെന്നുണ്ടെങ്കിൽ മുതലാളി ക്യാഷ് കൗണ്ടറിലായിരിക്കും. അതേ സമയത്ത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഓഫീസ് എന്നുള്ളൊരു കൾച്ചറുണ്ട്. മുതലാളി കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇരിക്കുക. അവിടെ എല്ലാ കാര്യത്തിനും മാനേജർമാരും അല്ലെങ്കിൽ സ്റ്റാഫിനെ ഓരോരുത്തരായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. അവർ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് നോക്കുക. ബാക്കി സമയമൊക്കെ പുള്ളിക്ക് പുതിയ പുതിയ മേഖലകളെക്കുറിച്ച്, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനും ചിന്തിക്കാനുള്ള സമയമുണ്ട്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലയിൽ വളർന്നു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ വലിയ ജ്വല്ലറികൾ അല്ലെങ്കിൽ വലിയ വലിയ വെഹിക്കിൾ ഡീലർഷിപ്പ്, അവർക്കൊക്കെ കോർപ്പറേറ്റ് ഓഫീസ് വേറെ ഉണ്ടാവും. അത് ഷോറൂമുകളോട് അറ്റാച്ച്ഡ് ആയിരിക്കില്ല, അത് സെപ്പറേറ്റ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ മുതലാളിക്ക് അല്ലെങ്കിൽ ബിസിനസ് ഓണർക്ക് സ്ട്രാറ്റജി തിങ്ക് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള സമയം കിട്ടും. കാരണം ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ലെഗസി ആൻഡ് അൺലിമിറ്റഡ് മണി. നിങ്ങൾക്ക് നല്ല ബിസിനസ് നല്ല എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലെഗസി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ വാല്യൂ കൂടും. നിങ്ങൾക്ക് അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ പാഷൻ പിന്തുടരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യുന്നത് ഒരു പാഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാം, എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യാം. അങ്ങനെയുള്ള നമ്മളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചാരിറ്റീസ് ഔട്ട്സൈഡ് ബിസിനസ്. ദർ ഈസ് നോ ചാരിറ്റി ഇൻസൈഡ് ബിസിനസ്. നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കൊടുത്തിട്ട് ബിസിനസ് ചാരിറ്റി ആക്കിയിട്ട് മാറ്റരുത്. പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാം. അതിന് ബിസിനസ്സിന് പ്രോഫിറ്റ് വേണം. നെവർ കോംപ്രമൈസ് ഓൺ യുവർ പ്രോഫിറ്റ്. പിന്നെ അടുത്തത് പേഴ്സണൽ ഗ്രോത്താണ്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വല്ല ആളുകളെയൊക്കെ പുതിയ
നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അതിൽ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ കോഴ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ പുതിയ പുതിയ സെറ്റ് ബാക്ക്സ് ബിസിനസ്സിൽ വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ഐഡിയാസ് ഒക്കെ വല്ലവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ പേഴ്സണൽ ഗ്രോത്തിന് ഒരു പരിധി കൂടുതൽ ഗുണം ചെയ്യും ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്തത് എങ്ങനെയാ വെച്ചാൽ സെക്യൂരിറ്റി. ഇഫ് ബിസിനസ് ഈസ് റണ്ണിങ് വെൽ, നന്നായിട്ട് നടക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് വരും. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, പുതിയ പുതിയ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാം, പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ടെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് പുതിയ പുതിയ ക്ലയൻസിനെ കിട്ടും, വലിയ VIP ക്ലയൻസിനെ കിട്ടും, അതുപോലെ വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ കിട്ടും, ക്ലബ്ബ് മെമ്പർഷിപ്പ്, അങ്ങനെയുള്ള സോഷ്യലൈസിങ്ങും നെറ്റ്വർക്കിങ്ങും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് സക്സസ്ഫുൾ ബിസിനസ് ആണെന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന മാതിരി നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ഹിൽ സ്റ്റേഷനിലേക്ക് ഹോളിഡേക്ക് പോകാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരും സിസ്റ്റംസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഹോളിഡേക്ക് പോകാൻ പറ്റും. അതേ സമയത്ത് ഒരു ജോലിയിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല. പിന്നെ ഒന്നാമത് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടിക്കൊള്ളുന്നില്ല, രണ്ടാമത് അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫോളോ യുവർ പാഷൻ ഇൻ ബിസിനസ്. അപ്പോൾ അത് നിങ്ങൾക്ക് പൈസ കൊണ്ടുതരുന്നു ഒരിക്കലുമില്ല. നിങ്ങളുടെ പാഷനല്ല ഫോളോ ചെയ്യേണ്ടത്, മാർക്കറ്റിൻ്റെ പാഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതല്ലാണ്ട് അത് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പൈസ കൊണ്ടുതരില്ല. പിന്നെ അടുത്തത് എങ്ങനെയാ വെച്ചാൽ ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഫോർ പാസീവ് ഇൻകം. അതായത് നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റും. ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നടത്തിപ്പുകാർ വേറെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂവിന് ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പാസീവ് ഇൻകം വരാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ എല്ലാ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മാർക്കറ്റിലേക്ക് വരെ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി ഓപ്പറേഷൻസ് വഴി എത്തിപ്പെടാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾക്കൊരു ഇൻകം കിട്ടും, സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിന് ഗ്രോ ചെയ്യും. ഇതൊക്കെയാണ് ബിസിനസ്സും ജോബും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ. ഇനി അടുത്തതിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ ഓഫ് ജോബ് ടു എംപ്ലോയ്മെൻറ്റ് ടു എൻ്റർപ്രണർഷിപ്പ് എങ്ങനെ സ്മൂത്താക്കി ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ അടുത്ത ഇതിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.